തീച്ചൂള കത്തുകയാണ്. സാധാരണ ഉള്ളതിനേക്കാൾ 7 മടങ്ങ് ശക്തിയിൽ തീച്ചൂള കത്തിക്കുവാൻ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഈ 3 ബാലന്മാരെ ചുട്ടുകരിക്കാൻ തീ ആളിക്കത്തുമ്പോൾ ആ തീയുടെ മുമ്പിൽ നിന്നുകൊണ്ട് 3 ബാലന്മാര് പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ, തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്നില്ലെങ്കിലും ശരി, നീ പറയുന്നത് പോലെയുള്ള ബിംബങ്ങളെ ആരാധിക്കത്തില്ലെന്ന് തൻ്റെ അടുത്തോടെ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ തീ കത്തുമ്പോൾ ഇവൻ പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും നീ പറയുന്ന ദേവനെ ഞങ്ങൾ വണങ്ങത്തില്ലെന്ന് പറഞ്ഞ് തൻ്റെ അടുത്തോടെ നിന്നു. ഇവരെടുത്ത് തീയിലിട്ടു. ശദ്രക്കിനെ, മേശക്കിനെ, അബ്ദോനെ എടുത്ത് തീ കത്തിട്ടു, കെട്ടിയിട്ടു. എങ്ങനെ ഇട്ടത്? കെട്ടിയിട്ടു. ഒന്ന് പറഞ്ഞാട്ടെ, കെട്ടിയിട്ടു. എന്ന് ചില കെട്ട് പൊട്ടാതെ എന്നോട് ദൈവം പറയുന്നു, ശത്രു നിന്നെ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പൊട്ടിക്കുന്ന അഭിഷേകത്തിന്റെ ഒരു തീ അത് ഇറങ്ങാൻ പോകുക ഇവിടെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എടാ, ശത്രു കെട്ടിയേക്കാം, പക്ഷെ അതിനെ പൊട്ടിക്കുവാൻ ദൈവത്തിന് കഴിയും. അതിന് മന്ത്രവാദിക്ക് കഴിയത്തില്ല, പക്ഷെ ശത്രു കെട്ടിയ കെട്ടിനെ പൊട്ടിക്കുവാൻ എന്റെ യേശുവിന് കഴിയും. അങ്ങനെയെങ്കിൽ ആരാധിക്കുന്ന നിന്റെ തലമുറയുടെ കെട്ടിനെ ഇന്ന് പൽക്കാലം ദൈവം പൊട്ടിക്കാൻ പോകുക. അത് ആത്മാവിൽ കണ്ട് കരമടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുത്തോട്ടെ. രാജാവ് നോക്കുമ്പോൾ ഇട്ടത് 3 എണ്ണമാ, പക്ഷേ ഇപ്പോൾ അതിൻ്റെ അകത്ത് 4 പേര് നിന്ന് ആരാധിക്കുന്നു. അവിടെ വചനം പറഞ്ഞ കെട്ടഴിഞ്ഞു വരെ പോലെ. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ കെട്ടഴിഞ്ഞു. സാദരമെന്ന സ്തോത്രയാഗം കൊടുത്തു, കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. നിന്റെ കെട്ടഴിക്കുവാൻ 4-മനായി ഒരുവൻ നിന്റെ ഭവനത്തിനകത്ത് കയറിയിട്ടുണ്ട്. ഇന്ന് ചില വിഷയത്തിൻ്റെ അകത്ത് തകർന്നിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു, നിന്റെ കെട്ടിനെ പൊട്ടിക്കുവാൻ യേശു നിന്റെ ഭവനത്തിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. 4-മനായി ഒരുവൻ കടന്നിട്ടുണ്ട്. നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ആ കെട്ട് അഴിയാൻ പോകുന്ന ദിവസമാ. അത് ആത്മാവിൽ കണ്ട് ദൈവത്തിന് ആരാധന കൊടുക്കുക. Praise the Lord. Hallelujah. രാജാവ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സംശയം, എൻ്റെ കണ്ണിന് കാഴ്ച പോയതാണോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, നമ്മളിട്ടത് 3 പേരെയല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ആന്നു നമ്മളിട്ട് 3 പേരാണ്. പക്ഷെ രാജാവ് പറഞ്ഞു, എന്നാൽ 4-മതൊരുവൻ അവൻ്റെ കൂടെ നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, അവൻ്റെ മുഖം ഒരു ദൂതൻ്റെ മുഖം പോലെ ഞാൻ കാണുന്ന. മന്ത്രവാദിയുടെ മുഖം കണ്ടെന്നല്ല പറഞ്ഞത്, ഒരു ദൂതൻ്റെ മുഖം ആ തീക്കകത്ത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നോട് ഞാൻ ദൂത് പറയാം, നിന്റെ ഭവനത്തിൻ്റെ അകത്ത് ശത്രു കൊണ്ടിട്ട ആ കെട്ടിനെ തീയുടെ ശക്തിയോടെ പൊട്ടിക്കുവാൻ ദൂതന്മാർ ഇറങ്ങിക്കഴിഞ്ഞു. നീ ഇവിടുന്ന് കരമടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ 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 വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നിന്റെ കുഞ്ഞിന്റെ കെട്ടിനെ പൊട്ടിക്കുന്ന ഒരു ദൈവിക അഭിഷേകം, ഒരു തീയുടെ സാന്നിധ്യം വ്യാപരിക്കുന്നത് കണ്ട് എത്ര പേർക്ക് ആത്മാവിൽ കരമടിച്ച് എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 4 പേര് നിന്ന് ആരാധിക്കുന്നു. രാജാവ് ചെന്നിട്ട് വിളിച്ചവന്മാരെ പുറത്തിറക്കി. സ്തോത്രം. അപ്പൊ അതിന്റെ വാക്യം 27 പറയുന്നു, 25 പറയുന്നു, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കോട്ടവും തട്ടിയില്ല. സ്തോത്രം പറഞ്ഞാട്ട്, ഒരു കോട്ടവും അവർക്ക് തട്ടിയില്ല. എന്തുകൊണ്ട്? യേശുവിനെ സ്നേഹിച്ചതുകൊണ്ട്. എടാ, യേശുവിനെ സ്നേഹിക്കുന്ന നിനക്ക്, നിന്റെ തലമുറകൾക്ക് ഒരു കോട്ടവും വരാത്ത ഒരു നല്ല ദൈവത്തെ എന്ന് വാൽക്കാലത്ത് ആരാധിക്കുന്നത്. അതരമെന്ന സ്തോത്രയാഗം അർപ്പിച്ചാൽ, അവനെ സ്നേഹിക്കുന്നുവെന്ന് അവന് വെളിപ്പെട്ടാൽ, തീക്കാത്ത ശത്രുവിനെ കെട്ടിയിട്ടാലും നിന്റെ തലമുറയെ അറുത്താലും ശരി, ജീവനോട് എഴുന്നേൽപ്പിക്കുവാൻ, കെട്ടിനെ പൊട്ടിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ മുകളിൽ ഇതാ ഒരു ദൈവിക സാന്നിധ്യം വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. അങ്ങനെയുള്ള മാതാപിതാക്കൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൂരദേശങ്ങളിൽ പോലെ കടന്നു ചെല്ലുന്ന ദൈവിക അഭിഷേകത്തിന്റെ തീ. ഇട്ട രാജാവ് പറയുന്നു, അവർക്കൊരു കോട്ടവും തട്ടിയില്ല. നിന്റെ അയൽപക്കത്തിരുന്ന് നിനക്ക് വേണ്ടി എതിരായിട്ട് പ്രവർത്തിക്കുന്ന ജനം നാളെ പറയും, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് അവക്കൊരു കോട്ടവുമില്ലല്ലോ, അവനൊരു കോട്ടവുമില്ലല്ലോ എന്ന് പറയുന്ന തരത്തിൽ
നിന്നെ മാനിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹിക്കാൻ പറയുന്നത്. നിങ്ങൾ ആ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണമെന്നല്ല വിചാരിക്കേണ്ടത്. ആ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുവാൻ മനസ്സ് കാണിച്ചാൽ ഇങ്ങോട്ട് വാരിക്കോരി തരുന്ന നല്ല ദൈവമുണ്ട്. അത് തീക്കാത്താണെങ്കിലും അവൻ ഇറങ്ങി വന്ന് തരും. അത് സിംഹക്കൂട്ടിലാണെങ്കിലും അവൻ ഇറങ്ങി വന്ന് തരുന്ന ദൈവമാക്കട്ടോ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എൻ്റെ യേശു ഭയന്ന് മാറി നിൽക്കുന്ന ഒരു ഭീരുവല്ല. എവിടെയാണെങ്കിലും അവൻ ഇറങ്ങി വരും. തീക്കാത്തും ഇറങ്ങി വരും, കുഴിക്കാത്തും ഇറങ്ങി വരും, തിരമാലക്കാത്തും ഇറങ്ങി വരും. അവൻ ഏത് സ്ഥലത്തും ഇറങ്ങി വരും, ഏത് നിമിഷവും ഇറങ്ങി വരും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷേ അവന് മനസ്സ് കൊടുക്കുന്നതിന്റെ ആരാധനയാണ്, ആദരമെന്ന യാഗമാണ്. ഇന്ന് പകൽക്കാലം ആരാധന കൊടുക്ക, നിന്റെ അഭിഷേകങ്ങൾ പൊട്ടട്ടെ. എന്നിട്ട് പറയുന്നു വാക്യം 27, ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപാട് വരാതെയും അവരുടെ തീയുടെ മണം പോലും അവർക്കില്ലാതെയും ഇരുന്നു. കണ്ടോ, ദൈവത്തെ സ്നേഹിക്കുന്ന നിന്നെ ശത്രു തീയിലിട്ടാലും നിന്റെ കാൽച്ചട്ടയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, നിന്റെ ഒരു മുടി പോലും കത്തിപ്പോകത്തില്ല. സ്തോത്രം. നിനക്കൊരു കേടുപാടുമില്ലാതെ ഉള്ളം കരത്തിൽ താങ്ങി നടത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. അതിനേക്കാളും സന്തോഷിക്കേണ്ടത് അങ്ങനൊരു ദൈവത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിന്റെ കാൽച്ചട്ടയ്ക്കൊരു കേടും തട്ടാതെ, നിന്റെ തലയിൽ ഒരു മുടി പോലും കരിഞ്ഞു പോകാതെ, തീയുടെ മണം പോലും അടുപ്പിക്കാതെ നിന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം ഇതിൻ്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ആത്മാവെ കാണുന്നു. ആ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ ശക്തി എൻ്റെ പോലെ വ്യാപരിക്കുന്ന ഞാൻ അറിയുന്നു. അത് ഞാൻ അങ്ങോട്ട് റിലീസ് ചെയ്യുകയാണ്. ആഗ്രഹിക്കുന്നത് കയറി പിടിച്ചോണം. ഇന്നൊരു കേടുപാടുമില്ലാതെ ശത്രു കെട്ടി നിന്നെ തീക്കുണ്ടത്തിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനകത്തു നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. യേശുവിൻ്റെ നാമത്തിൽ ചില മേഖലകളിൽ തീ ഇറങ്ങട്ടെ, ചില ബിസിനസ്സിനകത്ത് തീ ഇറങ്ങട്ടെ, ചിലരുടെ ശരീരത്തിന് മുന്നിൽ ആ തീ ഇറങ്ങട്ടെ, ചിലരുടെ ചിന്തയ്ക്കകത്ത് തീ ഇറങ്ങട്ടെ, ചിലരുടെ ആത്മീക മണ്ഡലങ്ങളിൽ ആ തീ ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചിലതിനെ കൈപിടിച്ചുയർത്തുന്ന ഒരു പാൽക്കാലമായി മാറട്ടെ. കെട്ടുപൊട്ടിച്ച് കൂടെ നിന്ന് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പുരുഷൻ ഇതിന്റെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. ഇന്ന് പാൽക്കാലം ആരാധിക്കുവാൻ മനസ്സ് കാണിക്കുന്ന, നിന്റെ കെട്ടിനെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന നിന്നെ തൊടുന്നുണ്ട്, നിന്റെ ജീവിത പങ്കാളിയെ തൊടുന്നുണ്ട്, നിന്റെ കുഞ്ഞുങ്ങളെ തൊടുന്നുണ്ട്, നിന്റെ കടഭാരത്തെ തൊടുന്നുണ്ട്, നിന്റെ രോഗത്തെ തൊടുന്നുണ്ട്. ഇന്ന് പാൽക്കാലം സർവ്വതിന്റെ മുകളിൽ തീ ഇറക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം. എത്ര മോശപ്പെട്ട അവസ്ഥയിൽ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നല്ലൊരു ദൈവം, ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ചില നന്മയുടെ വാതിലിനെ തുറക്കുന്ന ഒരു ദൈവം. കരങ്ങൾ അടിച്ചെൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക.